ഹേ ഗായ്സ്, ഇത് തിരുവോണത്തിൻ്റെ തലേന്ന് രാത്രിയുള്ള പരിപാടികളാണ് കേട്ടോ. അപ്പം നാളെ നമുക്ക് പൂക്കളം ഇടാനുള്ള പൂക്കളമൊക്കെ നമ്മൾ തലേന്ന് രാത്രി 10 മണിക്ക് തന്നെ ഒരുവിധം സെറ്റാക്കി വെച്ച് അങ്ങനെ പിറ്റേ ദിവസം പുലർച്ചെ 5 മണിക്ക് തന്നെ നമ്മളെ പൂക്കളിടേണ്ട പരിപാടികളൊക്കെ തുടങ്ങി കേട്ടോ. നല്ല മഴയേ ഉണ്ടായിരുന്നു, ബാക്ക്ഗ്രൗണ്ടിൽ അമ്പലത്തിലെ നല്ല പാട്ടും കേൾക്കുന്നുണ്ടായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ എണീറ്റ് വരുമ്പോൾ ആദ്യം കാണേണ്ടത് നമ്മളെ പൂക്കളാണ് കേട്ടോ. അങ്ങനെ ഒരു 6-6:30 ആകുമ്പോൾ നമ്മളെ പൂക്കളിടലൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ലാസ്റ്റ് നമ്മളുടെ പൂക്കളത്തിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. ഞാനും അമ്മയും കൂടെയാണ് ഈ പൂക്കളം ഇട്ടത്. ഞങ്ങൾക്ക് പറ്റാവുന്ന വിധത്തിൽ ഞങ്ങൾ നല്ല രീതിയിൽ ഈ പൂക്കളം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ സദ്യക്ക് ആവശ്യമായ പച്ചക്കറികളൊക്കെ നമ്മൾ തലേന്ന് തന്നെ മുറിച്ച് ഫ്രിഡ്ജ് കയറ്റിയിരുന്നേ. അപ്പോൾ ഇന്ന് ആ ഒരു പണി നമുക്ക് കുറഞ്ഞ് കിട്ടി. സദ്യ റെഡിയായപ്പോൾ നമ്മൾ ആദ്യം തന്നെ കൊടുത്തത് കിട്ടുപൂച്ചയ്ക്കാണ് കേട്ടോ. വെജ് ഐറ്റംസ് ഒന്നും മൂപ്പർക്ക് വലിയ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് ചിക്കനും ചോറും തന്നെ കുഴച്ച് കൊടുത്തു. അതിനുശേഷം ഞാൻ കുറച്ച് പായസം കുടിച്ചുകൊണ്ടിരിക്കും. എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ നടക്കുന്നത് കണ്ട് ഞാൻ കുറച്ച് തലയിലിട്ട് കൊടുത്തപ്പോൾ മൂപ്പർക്ക് പായസം നല്ല ഇഷ്ടമായി. അങ്ങനെ ഞാൻ സെപ്പറേറ്റ് ഒരു പാത്രത്തിൽ അവന് പായസം എടുത്ത് കൊടുത്തേ. അതിനുശേഷം പൂക്കളത്തിൻ്റെ അടുത്തിരുന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ വേഗം പോയി ഫുഡ് കഴിച്ചിട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാനും അമ്മയും അച്ഛനും കൂടിയാണ് കേട്ടോ ഈ സദ്യ ഉണ്ടാക്കിയത്. ഒരുപാട് വിഭവങ്ങളൊന്നും ഇല്ലായിരുന്നു, കുറച്ച് സാധനങ്ങളൊക്കെ മിസ്സായിപ്പോയി, രസവും പുളിയിഞ്ചിയും ഒക്കെ. എന്നാലും ഉള്ള സാധനങ്ങൾ വെച്ച് ഞങ്ങൾ നല്ലൊരു സദ്യ വിഭവങ്ങളും കൂട്ടിയിട്ട് ചോറ് കഴിച്ചു. പക്ഷെ വയറിൽ എവിടെയോ കുറച്ച് സ്ഥലം ബാക്കിയുണ്ട്. പപ്പടവും പായസവും കിട്ടിയില്ല. അങ്ങനെ അവസാനം പപ്പടവും പായസവും കൂടെ കൂട്ടിയിട്ട് കഴിച്ചപ്പോഴാണ് വയറ് ശരിക്കും ഒന്ന് നിറഞ്ഞത് കേട്ടോ.